നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ മാർച്ച് 1 മുതൽ 15 വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ്. ഇവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഭാഗ്യങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും നമ്മൾ വേർതിരിച്ച് പറയുന്നുണ്ട്. അതിന് നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണമെന്നും നമ്മൾ പറയുന്നുണ്ട്. ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മുൻകൂട്ടി അറിയുവാനും അതിനുവേണ്ടി തയ്യാറെടുക്കുവാനും കഴിയുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവയൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ആദ്യത്തെ 4 ദിവസം, അതായത് 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെ ഭാഗ്യം അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ഭാഗ്യമാണ് നിങ്ങൾക്ക് അനുകൂലകരമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യക്കുറികളൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഒരുപാട് ഭാഗ്യക്കുറികൾ പോയി എടുക്കരുത്. നമ്മളുടെ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി 1-2 എണ്ണം എടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഹിതമല്ലാത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ചേരാത്ത ബന്ധങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആരും അറിയാതെ കൊണ്ടു നടക്കുന്ന, രഹസ്യമായി സൂക്ഷിക്കുന്ന, മറ്റുള്ളവരറിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. അതുമൂലം നിങ്ങൾക്ക് മാനഹാനിയും ദ്രവ്യനഷ്ടവും പണനഷ്ടവും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമാണ്. നമ്മൾ ഈ പറയുന്ന ഫലങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്, പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് പറയുന്നത്. കൂടാതെ ശത്രുശല്യമൊക്കെ സ്വല്പം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് 4, 5, 6 തീയതികൾ. ഈ തീയതികളിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വരുന്ന സമ്പത്ത് അതേപോലെ തന്നെ പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തികത്തിന്റെ വരവുണ്ട്, അതേപോലെ ചെലവും കാണുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അഗ്നിഭയമൊക്കെ വെച്ച് പുലർത്തുന്നത് നല്ലതാണ്. 7-ാം തീയതി 8-ാം തീയതിയൊക്കെ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അഗ്നിഭയമൊക്കെ ഉള്ളത് വളരെ നല്ലതാണ്. എന്നാൽ 9-ാം തീയതി മുതൽ നക്ഷത്രങ്ങളുടെ സ്ഥാനമൊക്കെ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമായിട്ട് മാറുന്നതാണ്. പ്രണയസാഫല്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കാൻ പറ്റിയൊരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് വിവാഹം ആകാതിരുന്നവരുടെ വിവാഹമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ ദമ്പതിമാർ തമ്മിലുള്ള ചില പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ചേർച്ചയിൽ എത്തുന്ന ഒരു സമയം കൂടിയാണ്. സന്താന ലബ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാർഷികപരമായിട്ട് വളരെ നേട്ടമുള്ള ഒരു സമയമാണ്. കാർഷികപരമായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക്, കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നേട്ടമുള്ള ഒരു സമയമാണ്. കൃഷിയിൽ നല്ല വിളവൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പുതിയ കൃഷി മേഖലയൊക്കെ നിങ്ങൾ പരീക്ഷിക്കുന്നതാണ്. വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അതിനൊരു ശമനമൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഉദരരോഗം, സന്ധികൾക്കുണ്ടായിരുന്ന വേദനകൾ, ഇതൊക്കെ മാറുന്ന ഒരു സമയമാണ്. ചില ആളുകളൊക്കെ നിങ്ങളെ വിശ്വാസ വഞ്ചനയിൽ അകപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അതായത് നിങ്ങൾ വിശ്വസിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന പ്രവൃത്തികളൊക്കെ അവര് കൃത്യമായിട്ട് ചെയ്യാതെ നിങ്ങൾക്കെതിരെ അവർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തന്നെ ചെയ്യുക, മറ്റൊരാളെ ഏൽപ്പിക്കരുത്. ബിസിനസ് കാര്യത്തിലൊക്കെ നിങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ച് പോകരുത്. ബിസിനസ്സൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുകയും അതിന്റെ എല്ലാ ദിവസത്തെ ഒരു അവലോകനം നിങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. ഈ സമയത്ത് ബിസിനസ്സിലൊക്കെ നിങ്ങൾ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കലാകായിക രംഗത്തുള്ളവർക്ക് സ്വല്പം പുറകോട്ട് ഉള്ള ഒരു സമീപനമൊക്കെ സ്വീകരിക്കേണ്ടി വരും. ചില അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകളുടെ വാശി മൂലം നിങ്ങളുടെ കരിയറിനെ ബലിയാടാക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക. ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഉപകാരം മനസ്സിലാകുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. എല്ലാം നിങ്ങളിലേക്ക് വരാനായിട്ട് പ്രാർത്ഥിക്കുക. ഒരിക്കലും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മൾക്ക് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ മറ്റൊരാളെ നശിപ്പിക്കാനായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ഒരിക്കലും പൂർണ്ണമാവില്ല. അതൊരു ആഭിചാരത്തിലേക്കൊക്കെ പോകുന്ന പ്രാർത്ഥനയായിട്ട് മാറുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല.
മാനസികമായിട്ട് നിങ്ങൾ നന്നായിട്ട് തയ്യാറെടുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ജീവിതം ഒരിക്കലും ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. നാളെ എന്ന ഒരു ദിവസം നമ്മൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നമ്മളുടേതായിട്ട് മാറുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ ഏറെ ഉണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ട് നല്ലൊരു സമയമാണ്. എന്നാൽ ആ വരുന്ന സമ്പത്ത് ചേർത്ത് വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക. മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ അത് വിട്ടുകൊടുക്കരുത്. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ ചില ചതികളിലൊക്കെ ചെന്ന് ചാടുന്നുണ്ട്. ഈ സൈബർ ക്രൈം പോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും നമ്മൾ മനസ്സിലെടുക്കുകയേ ചെയ്യില്ല. നമ്മളെ ഒരുപാട് പേര് ചതിക്കുവാൻ കാണും. അതിലൊന്നും നമ്മൾ പണം നമ്മളുടെയാണ്, സമ്പത്ത് നമ്മളുടെയാണ്. ഭയം മൂലം നമ്മൾ ഒരു കാര്യവും ചെയ്യരുത്. എന്തിനേയും നേരിടാനുള്ള ഒരു ചങ്കുറപ്പോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ഉദാഹരണം പറഞ്ഞു, സൈബർ ക്രൈം അതുപോലുള്ള ചില ചതികളൊക്കെ, ഒന്നും നമ്മളെ ചെയ്യാൻ കഴിയില്ല. കാരണം അവരൊക്കെ കള്ളത്തരമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒന്ന് ഭയപ്പെടുത്തി നമ്മളുടെ പണം അപഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിലൊന്നും നിങ്ങൾ വീഴരുത്. അതുകൊണ്ട് സമ്പത്ത് നന്നായിട്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആരോഗ്യകാര്യവും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ സമയം കുറച്ച് ശ്രദ്ധിക്കണം. എന്നാൽ 8-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ ഒക്കെ സ്ഥാനം വളരെ അനുകൂലമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഫലങ്ങളും വരുന്നുണ്ട്, ചെറിയ ചില ചീത്ത ഫലങ്ങളും വരുന്നുണ്ട്. ഈ ചീത്ത ഫലങ്ങൾ വരുന്നത് നമ്മൾക്ക് ഹിതമല്ലാത്ത ചില ബന്ധങ്ങളിൽ ഏർപ്പെട്ടാൽ മാത്രമാണ്. ആ ബന്ധങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് മതത്തിലാണോ, ഏത് ദൈവത്തിലാണോ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥന കൈവിടിയാതെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അസൂയാവഹമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. നമ്മൾക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.